ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പരപ്പനങ്ങാടി നഗരസഭയിൽ അധികാരം പിടിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികൾ. മുസ്ലിം ലീഗ് ഒരു വശത്തും CPM നേതൃത്വം നൽകുന്ന പരപ്പനങ്ങാടി ജനകീയ വികസന മുന്നണി മറുവശത്തു നിന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. കോൺഗ്രസിലെ ഒരു വിഭാഗവും ജനതാദളും ലീഗിനൊപ്പം ഉണ്ടായിരുന്നു. 45 അംഗ നഗരസഭയിൽ ഫലം വന്നപ്പോൾ ലീഗ് വിമതനടക്കം 21 പേരുടെ പിന്തുണ UDFന് ലഭിച്ചു. വികസന മുന്നണിക്കൊപ്പം 20 കൗൺസിലർമാരുണ്ട്. ഈ സാഹചര്യത്തിലാണ് 4 അംഗങ്ങളുടെ BJPയുടെ പിന്തുണ ലഭിച്ചാൽ തള്ളിക്കളയേണ്ടെന്ന് CPM നേതൃത്വം തീരുമാനിച്ചത്. പുറത്തുനിന്ന് ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് ആരോടെങ്കിലും വോട്ട് ചെയ്യണ്ട എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. വികസന മുന്നണിയെ പിന്തുണച്ചാൽ വൈസ് ചെയർമാൻ സ്ഥാനമോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായി BJP നേതൃത്വം സ്ഥിരീകരിച്ചു. മുന്നണിയിൽ ചേരാൻ വേണ്ടി അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഭരണത്തിൽ പങ്കാളിയാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഹീസ് റഷീദ്, മീഡിയ 1, മലപ്പുറം.